നിയുക്ത മന്ത്രി കെ പി ഗണേഷ് കുമാർ നമ്മോട് കൂടി ചേരുകയാണ്. 2001 മുതൽ തുടർച്ചയായ 5 തവണ MLA ആണ്. 2 തവണ മന്ത്രിയായി, 3ാമത്തെ തവണ മന്ത്രിയാകുന്നു. മന്ത്രിയായിരുന്നപ്പോഴുള്ള അനുഭവ പരിചയം ഇപ്പോഴത്തെ മന്ത്രിസ്ഥാനത്തിന് ഗുണം ചെയ്യുമെന്ന് വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഓരോ സമയത്ത് ഓരോ ഇതാണ്. നമ്മൾ ഒരു സമയത്ത് ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന പോലെയല്ല. പോലീസായിട്ട് അഭിനയിക്കുന്ന വക്കീലായിട്ട് അഭിനയിക്കുന്ന വ്യത്യാസമുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് മന്ത്രിയായതിനു ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏത് വകുപ്പാണെന്ന് തീരുമാനിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കേരളത്തിലെ ജനങ്ങൾക്കും അഭിമാനകരമായ നിലയിൽ ഒരു അഡ്മിനിസ്ട്രേഷൻ നടത്താനാണ് ആഗ്രഹിക്കുന്നത്. 2001 ആന്റണി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായിരുന്നു. മികച്ച പരിഷ്കാരങ്ങൾ നടത്തി മികച്ച ഭരണാധികാരിയായി പേരെടുത്ത ആളാണ് ഗണേഷ് കുമാർ. മികച്ച സിനിമാ നടന് ഒപ്പം തന്നെ ഗതാഗത വകുപ്പ് ഒരു മുൾക്കിരീടമാണ് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗണേഷിന് അങ്ങനെ തോന്നുന്നുണ്ട്? ഇല്ല, നല്ല വാക്കുകൾക്ക് നന്ദി. പിന്നെ ഞാൻ അതങ്ങനെ മുൾക്കിരീടമായിട്ട് കാണുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടാണ്. ഇതൊരു പുതിയ പ്രതിസന്ധി നേരിടും. അതാണ് എന്റെ പോളിസി. കാരണം ഏത് പ്രതിസന്ധി വന്നാലും അതിനെ നേരിടാൻ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കരുത്തുണ്ട്. അവന്റെ ആത്മവിശ്വാസം അതിനെ അതിജീവിക്കാൻ അതാണ് ദൈവവിശ്വാസിയാണ് ഞാൻ. എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഏത് പ്രതിസന്ധിയും നമ്മൾ തന്നെ വലിയൊരുമല്ല നേരിടുന്നത്, നമ്മൾ തന്നെ നേരിടണം. അപ്പൊ നമ്മളൊരു ചുമതല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഏൽപ്പിക്കുമ്പോൾ, LDF ഏൽപ്പിക്കുമ്പോൾ, കേരളത്തിലെ ജനങ്ങളെ ഏൽപ്പിക്കുമ്പോൾ അതിന്റെ മുന്നിൽ നിന്ന് ഏത് പ്രതിസന്ധിയോടും പോരാടണം. 2001 KSRTC അല്ല ഇപ്പോൾ KSRTC എന്ന് തോന്നുന്നു. കാരണം ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളി യൂണിയനുകളാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ആൾക്കാർ പറയുന്നത്. അതെങ്ങനെയാണ് അവരെ വിശ്വാസത്തിന്റെ അടുത്താണോ പോവുക? ഈ കോടതിയുടെ പരാമർശങ്ങളൊക്കെ എങ്ങനെയാണ്? കോടതി പരാമർശങ്ങൾ പഠിക്കണം. കാരണം കോടതി ഇടപെടുന്ന ചില കാര്യങ്ങൾ വളരെ ന്യായമായ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ന്യായമില്ലാത്ത കാര്യം. ഉദാഹരണത്തിന് KSRTC ബസ്സിന്റെ പുറത്ത് പരസ്യം പാടില്ല എന്ന് ഒരു ഉത്തരവ് വന്നു. അത് ശരിയല്ല എന്ന അഭിപ്രായമാണ്. കോടതി വിധി ശരിയല്ല. പിന്നെ മറിച്ച് ശമ്പളം കൊടുക്കണം എന്നൊക്കെ പറയുന്ന കോടതിയുടെ ആവശ്യങ്ങൾ ശരിയാണ്. പക്ഷെ നമ്മുടെ പരിമിതികൾ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 7.5 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ സർക്കാർ വന്നതിന് ശേഷം ഈ ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്നാണ്, മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇടപെട്ട് ഗവൺമെന്റ് ഖജനാവിൽ നിന്നാണ് പെൻഷൻ, ശമ്പളം ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് തന്നെ ഒരു വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് സാമ്പത്തികമായി വരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കടമെടുക്കാൻ സമ്മതിക്കുന്നില്ല, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇതിനെ ഇങ്ങനെ ഒരു ഞെരിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ചില വിഷമങ്ങളുണ്ടാവും. അത് പരിഹരിക്കപ്പെടും. ഒരു ദിവസം രാവിലെ ഞാനിങ്ങോട്ട് വന്നാണ് ഇതെല്ലാം ലാഭത്തിലാക്കി, ഇതെല്ലാം അങ്ങനെയൊന്നും പറ്റൂല. അടിസ്ഥാനപരമായിട്ട് നമുക്ക് കുറച്ച് അച്ചടക്കം കൊണ്ടുവരാം, സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരാം, ചോർച്ചകൾ കുറയ്ക്കാം, അങ്ങനെ പറ്റുള്ളൂ. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ലല്ലോ. ഒരുപാട് നാളുകളുള്ള ഒരു മുറിവാണ്. ആ മുറിവ് ഉണങ്ങാനും ഇച്ചിരി സമയം വേണം. തൊഴിലാളി യൂണിയനുകൾ എങ്ങനെയാണ് കാണുന്നത്? അല്ല, അവരെന്നോട് സ്നേഹത്തോടെ ഇടപെടുന്നതാണ്. പിന്നെ അവരിപ്പം ഇവനെ ഭരിക്കാൻ സമ്മതിക്കത്തില്ല തീരുമാനിച്ചു വല്ലവരും ഇറങ്ങിയാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ജീവനക്കാരോട് എനിക്ക് പറയാനുള്ളത്, KSRTC ആണ് മുഖ്യമന്ത്രി എനിക്ക് തരുന്ന വകുപ്പെങ്കിൽ ജീവനക്കാരോട് ഒരു മെസ്സേജ് ഉണ്ട്. നിങ്ങളെ നന്മയ്ക്ക് വേണ്ടി ഈ സർക്കാർ നിൽക്കത്തുള്ളൂ, ഞാൻ നിൽക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു മാർഗം യൂണിയൻകാർ പറഞ്ഞാലും കേൾക്കേണ്ട കാര്യമില്ല. തൊഴിലാളിയുടെ വെൽഫെയറിന് ഏറ്റവും പ്രാധാന്യം നൽകിയിട്ടുള്ള ആളാണ് ഞാൻ. 2001 കിടക്കാൻ കട്ടിലും ബാത്റൂമിൽ പോകാനുള്ള പ്രാഥമിക സൗകര്യങ്ങളൊന്നും സൗകര്യം പോലും ഇല്ലായിരുന്ന KSRTC ഇതെല്ലാം തൊഴിലാളിക്ക് ഉണ്ടാക്കി കൊടുത്തത് ഞാനാണ്. അന്ന് CITU എന്നോട് സഹകരിച്ചു, ഞാൻ UDF-ലായിരുന്നിട്ട് പോലും. അതുപോലെ ഇപ്പോഴെല്ലാവരും സഹകരിക്കുക. ഇപ്പോൾ CITU-വും ATUC-യും IMTUC-യും കൂടാതെ BJP-യും ഉണ്ട്. എല്ലാവരും സഹകരിക്കുക. കാരണം എന്താ, ഇതിനകത്ത് ഈ പ്രസ്ഥാനം നിലനിൽക്കണം. ഇവിടുത്തെ ജീവനക്കാർ നന്നായി ജീവിച്ചു പോകണം. അവർക്കിനി വേറെ ജോലി അന്വേഷിച്ച് പോകാനൊക്കത്തില്ല, പ്രായം കഴിഞ്ഞു പോയി. അത് തൊഴിലാളി നേതാക്കന്മാരും തൊഴിലാളി സംഘടനയും ചിന്തിക്കുക, തൊഴിലാളി മനസ്സിലാക്കുക, ഞങ്ങളാരും നിങ്ങൾക്കെതിരല്ല. ഞങ്ങൾ മുന്നണി യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഞങ്ങളോട് ആദ്യം പറഞ്ഞ വിവാദങ്ങളിൽ എന്നെ വലിച്ചഴിക്കരുത് എന്നാണ്. കാര്യങ്ങൾ എപ്പോഴും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ് ഗണേഷ് കുമാർ. ഇനി കുറച്ചു നാളത്തേക്ക് പ്രതീക്ഷിക്കേണ്ട എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചഴിക്കരുതെന്ന് പറയാൻ. കാരണം എനിക്കെതിരെ പല വിവാദങ്ങളും ഈ 2001 ഞാൻ രാഷ്ട്രീയത്തിൽ വന്ന കാലം തൊട്ട് പറയുന്നു. ഇതിലൊന്നും ഞാൻ കുറ്റക്കാരനല്ല എന്ന് കാലം തെളിയിച്ചിട്ടുമുണ്ട്. പിന്നെ എന്തിനാണ് എന്നെ വലിച്ചടിക്കുന്നത്? ഞാൻ ഒരു കുറ്റം ചെയ്ത് ഈ പറഞ്ഞ ആരോപണങ്ങളും ഈ ആക്ഷേപങ്ങളും ഒന്നും സത്യമല്ലാന്ന് തെളിഞ്ഞില്ലേ? നിങ്ങൾക്ക് തന്നെ അറിയില്ല, ഒരാൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും കേരളത്തിൽ ഈ സംസ്ഥാനത്ത് എനിക്ക് പേരെ കോൺഗ്രസ്സുകാരാണ്ട് കൊടുത്ത ഒരു കേസല്ലാതെ, ഒരു ക്രിമിനൽ കേസ് ഇല്ലാത്ത ആളാണ് ഇന്ത്യ മഹാരാജ്യത്ത്. എന്നെ പറ്റിയിട്ട് അനാവശ്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നവരെ വെറുതെ ഒരു കേസ് മന്ത്രിയാകുന്നതിന് മുമ്പ് ഒരാൾ ഇന്നലെ കണ്ടൊരു കേസ്, എന്തോ കേസെന്ന് കോടതി എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാത്ത പണിക്ക് കിടക്കുന്നത്? അവനവന്റെ പേര് പത്രത്തിൽ വരുത്താൻ വേണ്ടി ഈ ആവശ്യമില്ലാത്ത കാര്യത്തിൽ നടക്കണം. നമുക്ക് എന്തിന്റെ അസുഖമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തിന്റെ അവനവന്റെ പേര് പത്രത്തിൽ വരാൻ വേണ്ടി അവനവൻ തന്നെ വാർത്ത എഴുതി, ഞാൻ ഗണേഷ് കുമാറിനെതിരെ ഞാനൊരു കേസ് കൊടുത്തിട്ടുണ്ട്, എന്റെ പേര് ഇതാന്ന് പറഞ്ഞ് പത്രാഫീസിൽ കൊണ്ടു കൊടുക്കുന്ന മര്യാദഘട്ട പരിപാടി. അത് സോഷ്യൽ ക്ലൈംബർ എന്ന് പറയും. അതായത് സമൂഹത്തിൽ ഉയർന്നിരിക്കുന്നവന്റെ തോളിൽ കയറിയ ആളാവാൻ നോക്കും, അവന്റെ കൂടെ കൂടിയിട്ട്. അവന്റെ കൂടെ എതിർത്തും ആളാവും, അവന്റെ തോളിൽ കയറിയ ആളാവും. 2 വിധത്തിൽ ആളാവും. അത്തരം സോഷ്യൽ ക്ലൈംബേഴ്സാണ് ഇതൊക്കെ.
രമേശ് മര്യാദയിരിക്കുക. എല്ലാം വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ് ഗണേഷ് കുമാർ. UDF ഉണ്ടായിരുന്ന നിയമസഭയിൽ പൊതുമരാമത്ത് മന്ത്രിക്കെതിരെ വരെ പറഞ്ഞിട്ടുണ്ട്. ആ വെട്ടിത്തുറന്ന് പറച്ചിൽ പറഞ്ഞാൽ പിന്നെ കാലം തെളിയിച്ചില്ലേ? ഞാൻ എപ്പോഴും കള്ളം പറഞ്ഞു? ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ് എന്ന് കാലം തെളിയിച്ചില്ലേ? ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? ഹൈക്കോടതി തിരിച്ചറിഞ്ഞില്ലേ? പിന്നെ പാലാരിവട്ടം പാലം തിരിച്ചറിഞ്ഞില്ലേ? ഇത് നിങ്ങളും തിരിച്ചറിഞ്ഞില്ലേ? ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ മാത്രം ഒരു കുറ്റക്കാരനായി. എനിക്കെന്തോ മന്ത്രിസ്ഥാനം പോയ എന്റെ കുശുമ്പാന്നാ പറഞ്ഞേ. എന്തായി? എനിക്കങ്ങനൊന്നുമില്ല. ദൈവം തരുന്നതാണെല്ലാം. ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഏറ്റവും അവസാനമായിട്ട് നേര് സിനിമ വൻ ഹിറ്റായിരിക്കുകയാണ്. മന്ത്രിയായ ഗണേഷ് കുമാറിനെ ഞങ്ങൾക്ക് സിനിമയെ കാണാൻ പറ്റുമോ? അറിയില്ല, അത് മുഖ്യമന്ത്രി അനുവദിച്ചാലേ പറ്റൂ. പക്ഷെ എന്നാലും നേര് പോലുള്ള നല്ല വേഷങ്ങൾ വന്നാലേ ഇനി അഭിനയിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ സത്യത്തിൽ അഭിനയം വേണ്ടാന്ന് വെച്ചാണ് ബാന്ദ്ര എന്നൊരു സിനിമ അഭിനയിച്ച് എന്റെ മനസ്സിന് വലിയ വിഷമമായി. ഞാൻ ഇനി അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജിത്തു ജോസഫ് എന്നെ വിളിക്കുന്നത്. ജിത്തു, ഈ കഥ എന്നോട് പറയുമ്പോൾ കാറിൽ യാത്രയാണ്. ഈ കഥ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ജിത്തു എനിക്ക് പടത്തിൽ അഭിനയിക്കണം 100% ആഗ്രഹമുണ്ട്. പക്ഷെ ഡേറ്റിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ വിദേശ യാത്രയ്ക്ക് വേണ്ടി ടിക്കറ്റ് എടുത്തു. അങ്ങനെ ലാലേട്ടനോട് പറഞ്ഞു. അപ്പോൾ ലാലേട്ടൻ ആന്റണി പെരുമ്പാവൂരിനോട് പറഞ്ഞപ്പം ആന്റണി പെരുമ്പാവൂർ ലാലേട്ടനോട് ലാലേട്ടൻ പറഞ്ഞു, ശരി ഗണേശനെ അത് അഭിനയിക്കണം, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നമുക്ക് ഗണേശന്റെ സൗകര്യത്തിന് ഒരു കന്നഡ പടത്തിന്റെ ഷൂട്ടിംഗ് 1 മാസം അങ്ങോട്ട് തള്ളിയിട്ട് അദ്ദേഹം പ്രീപോൺ ചെയ്തു അദ്ദേഹത്തിന്റെ ഡേറ്റ്. അങ്ങനെയാണ് നേരിൽ ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ അതൊരു വലിയ വിജയമാകുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് കഥ കേട്ട ദിവസം ഞാൻ പറഞ്ഞു ഗംഭീരമായിട്ടുണ്ട്, ഞാൻ അഭിനയിക്കാമെന്ന് അപ്പോഴും പറഞ്ഞു. പക്ഷെ എന്റെ പ്രശ്നം ഡേറ്റായിരുന്നു. അഭിനയമേ വേണ്ടാന്ന് വെച്ചാൽ ഞാൻ ഈ ജിത്തുവിന്റെ കഥ കേട്ടപ്പോൾ അഭിനയിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സിനിമ. ആ കഥ മുഴുവൻ എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്നാലും 2001 പോലും മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.